എന്റെ ഫ്യൂച്ചറെ മീനൂട്ടി അല്ലേ, പിന്നെന്തോ മീനൂട്ടി പറയുന്നേ? യാർ പഴിയോ യാർ പിഴയോ യാർ വെച്ച കൺമൊഴിയോ ഞാൻ കേട്ട കേൾവിക്ക് നീ മട്ടൂതാ വിടയോ എന്നാകൂ വിധിയോ എന്നാകൂ വിധിയോ എന്നാകൂ വിധിയോ എന്നാകൂ. മീനൂട്ടി നമ്മള് ചെറിയൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വന്നതാ മോള്. ബ്ലഡാ? നിന്റെ ബ്ലഡാ? പിന്നല്ല ബ്ലഡ് ഒന്നിനും കൂട്ടത്തില്ല. ശരിയല്ല, എന്റെ ബ്ലഡ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനേ ജീവിച്ചു വന്ന് തുള്ളി ബ്ലഡിലാണ്. ഞാൻ ചോരയില്ലാത്തവനാ, രക്തമില്ലാത്തവനാണ് ഞാൻ. മീനൂട്ടി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോയാലോ? അപ്പൊ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ്. മീനുട്ടി ഇന്നലെ വന്നല്ലേ നമ്മളെ അസുഖം വന്നില്ല, നമ്മൾ അതിന് വേണ്ടി ഒരു ചെറിയതായിട്ട് അപ്പാപ്പ ഒരു കുത്താൻ പോ കേട്ടോ. അസുഖം അറിയതാണല്ലോ, പിന്നെ എന്തിനാണ് മീനൂട്ടിക്ക്? അപ്പാപ്പ മുട്ടായി മേടിച്ചേരാ, ഐസ്ക്രീം മേടിച്ചേരാ മോളെ. എന്ത് വേണം മീനൂട്ടിക്ക്? സൂചിപ്പിനൊന്നും കുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. മീനൂട്ടി കേറിക്കേ, വന്നേ. മീനൂട്ടി നടക്കും, നടക്കും. വണ്ടിയുടെ ടയറി പറ്റി കേക്കായിരുന്നോ? ഓടിക്കോ ഓടിക്കോ, വല്ല വണ്ടിയും കിട്ടുകയാണെങ്കിൽ അതിൽ കയറി ഓടിക്കോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരുന്നാലോ? ഇവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞേക്കാം. ആരെയും ചോദിക്കുകയാണെങ്കിൽ ചായയും വടയും വെക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് പുതിയ അപ്പോയിന്റ്മെന്റാന്ന് പറഞ്ഞു. മീനായിട്ട് ഉണ്ടെന്ന് പറയത്തില്ല. നീ വേണമെങ്കിൽ ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് കയറിക്കോ. നമ്മളെ കട, സ്വന്തം കട, ലേസൊക്കെ ഉണ്ട്. ഈ ലേസിന്റെ ഉള്ളിൽ പാക്ക് ചെയ്തെടുത്താലും നിന്നെ പച്ച ലേസിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല നിന്നെ. ചായ, വട, കോഫി എന്ത് വേണം സാർ? നല്ല ചേർച്ച. ആ മുട്ട മാറ്റിയിട്ട് ഞാൻ മുടി മാറ്റി മുട്ടയാക്കിയത്. സാറിന് എന്ത് വേണം പറഞ്ഞോ. ഒരു മിനിറ്റ്. ഇല്ല, ഒന്നും കണ്ടില്ല സാർ. സാർ ഞങ്ങള് ഹലോ ഹലോ, എന്താ? ഡമ്മിയാ. നമ്മള് ഒരു പാവ മേടിച്ച, പുതിയ പാവ, നല്ല ഭംഗിയില്ലേ കാണാൻ പാവേനെ? ഹലോ, പാവേ ഞാൻ മേടിച്ചതാ. മറ്റേ സൂചി കണ്ടെടുത്തേ, ആ സൂചി കണ്ടെടുത്തേ. നാളെ മുത്ത ഓടിക്കോ. ഡ്രസ് മാറാൻ വേണ്ടിട്ട് ചന്തിയില് സൂചി വെക്കും. മറ്റേ ഷുഗർ ഉള്ളതുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ല ട്രഷർ വല്ലതാണ് മീനൂട്ടി ഫൗണ്ട്. ഇതിന്റെ ഉള്ളിൽ കയറണ്ട. ഇതിന്റെ ഉള്ളിൽ കേറില്ലേ? അത് തൊരന്നു പോയാലോ? ഈ ചെറുക്കനെ ഞാൻ മാമന്റെ കൂടെ വാ, മാമന്റെ കൂടെ വാ. ശേഷം പിടിച്ചോണ്ടത് രക്ഷപ്പെടുത്താൻ പറ. അല്ല, രക്ഷപ്പെടുത്താൻ പറ. സത്യം അകത്തോട്ട് നേരെ വന്നാൽ ലോക്ക് ആയിട്ടുണ്ടാകും. അത്രയുള്ളൂ. മിനിറ്റ് കൊച്ചിന്റെ പിയാടോ മിനോട്ടെ എന്നെ ഇറക്കി വിടാണ്ട് കൊച്ചിനെ കൊണ്ടുപോകാൻ ആരും വിചാരിക്കണ്ട. എന്നെ ഞാൻ കൊച്ചിന്റെ പിയാടോ. മീനുട്ടി സൈഡിലാക്കി വെച്ചിട്ട്
ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. കുട്ടീനെ എല്ലാരും കൂടി പ്രഷർ കയറ്റിട്ടാണ് കൊച്ചു തലയിറങ്ങി വീണ്. കൊച്ചിന് CPR വേണം. ഡയറി മിൽക്ക് ഉണ്ട്. ആ ഇത്രേ ഉള്ളു മീനുട്ടി. കള്ള ഇമാറെ ഐസ്ക്രീം അതായിരിക്കുന്നേ കുട്ടിയായിട്ട് ഈ കസേര കയറിയിരുന്നേ കസേര കയറുന്ന മീനുട്ടി. എല്ലാരും പറഞ്ഞ വഴക്കാളിയാണ് ആര് ഡോർ തുറക്കരുതേ ദേവി. കുഞ്ഞു കുട്ടികളെ ആരാനാശം മാമനെ നോക്കിയേ മാമനെ നോക്കിയേ മാമനെ നോക്കിക്കോളേ. ഇങ്ങോട്ടൊക്കെ ഇതെല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് മാമൻ എങ്ങനെയുണ്ട്? അത്രേ ചെറുതാ. ഇങ്ങനെ എന്തെല്ലാം അറിഞ്ഞോ? എന്താ എന്തോ മാമൻ ഡാൻസ് കളിച്ച മീനുട്ടി ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല മീനു ഇല്ല ഒന്നും അവിടെ കൊതു വന്ന് കടിച്ച കുഞ്ഞിന്. നമ്മൾ ഡാൻസ് കളിച്ചു ഇതിനകത്ത് കൊതുക് തിരി വെക്കണം കേട്ടോ. ഭയങ്കര ശല്യമാണ് കൊതുക്. ഏത് കൊതുവാ കുഞ്ഞിനെ കടിച്ചേ? അടി മേടിക്കുവേ. ചക്കര മോളെ എന്തൊക്കെയുണ്ടടി കളി നിനക്ക്? സുഖാണോ? ഹലോ ഹലോ പറ കേക്കട്ടെ. പേടിമാമൻ ആശുപത്രി കൊണ്ടുപോയിട്ട് ബ്ലഡ് എടുത്തു. ഓടിച്ചിട്ട് ബ്ലഡ് എടുത്ത സൈപ്പേ. പക്ഷെ ബാലിന്റെ ബ്ലഡ് കൊറേ പിടിച്ചു നിൽക്കാൻ നോക്കി മീനുട്ടി തലയിറങ്ങിയൊക്കെ വീണു. തലയിറങ്ങി വീണോ? കുഴപ്പമില്ല മോളെ. എന്തായാലും റിസൾട്ട് വരുമ്പോ ബാലമാമനെ ഹെൽപ്പ് ചെയ്യും. മീനുട്ടി ഒന്നൂടെ അങ്ങ് തലയിറങ്ങി വീണങ്ങ് അഭിനയിക്കും. ബാലമാമ ഇറങ്ങി ഓടിക്കാനോ? അത്രേ ഉള്ളു. വേണമെങ്കിൽ ശ്വാസം കൂടെ വിടാതിരിക്കണം. ശ്വാസം പിടിച്ചു വെച്ചേക്കണം. അവര് വന്ന് മൂക്കിന്റെ അവിടെ മോള് തലയിറങ്ങി വീണ് ചത്ത പോലെ കിടന്നാ മതി. മനസ്സിലായി? അപ്പൊ മൂക്കിന്റെ അടുത്ത് കൈ നിൽക്കാൻ നേരത്ത് ശ്വാസം വിടല്ലേ കേട്ടോ. ശ്വാസം വിടാണ്ടിരിക്കും. ഒരു അരമണിക്കൂർ ശ്വാസം വിടാതെ നിന്നാ മതി. കാര്യം കഴിഞ്ഞു. ആര് പറഞ്ഞ ചാവുന്ന? അങ്ങനെ ചാവത്തില്ല മോളെ. മോള് ധൈര്യമായിട്ട് ചെയ്തോ. ബാലമാമനെ വിശ്വസിക്കേ. ബാലമാമ എത്ര വട്ടം ചെയ്തതാ? പിന്നല്ലാതെ ഞാനും മീനൂട്ടിന്ന് സ്നേഹത്തോടെ തന്നെയല്ലേ വിളിക്കുന്നത്. മീനൂട്ടി എനിക്ക് വലിയ തോന്നലില്ല. മീനൂട്ടിന് എന്തോ ഒരു അരമണിക്കൂറൊക്കെ ശ്വാസം വിടാണ്ടിരിക്കാൻ പറഞ്ഞു. പിന്നെ അവര് പഞ്ഞി വെച്ച് വിടും മൂക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ ബാല. മീനൂട്ടിന്റെ അടുത്ത് എല്ലാരും കാണിക്കുന്നത് യഥാർത്ഥ സ്നേഹം എന്നാണ് മീനൂട്ടി വിചാരിച്ചത്. കള്ളന്മാരില്ലേ എല്ലാം. മീനൂട്ടി ഒന്ന് ഇപ്പൊ വേണമെങ്കിൽ മീനൂട്ടിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആരോടെങ്കിലും ഒരു വിളിച്ച് പറഞ്ഞു ഒരുത്തരും വരത്തില്ല. നേരിടിച്ച് നമ്മളാണെങ്കിലോ വാല അടിച്ചിപ്പോ വാറിന്റെ ഇടയിൽ ഇറങ്ങി വരുമല്ലോ നമ്മള്. അല്ലടാ അന്ന് മറ്റേ MG3 വാറിന്റെ ഇടയിൽ മീനക്കുട്ടി എന്നെ വിളിച്ചിറങ്ങോട്ടല്ലോ. അതെന്ത് ബാലമാമന് സ്നൈപ്പമാമനെന്ന് പറഞ്ഞത് കേട്ടോ. ബാലമാമനെ ആദ്യം വരുത്തുള്ളൂ. സ്നൈപ്പമാമന് ബാലമാമന് ഫസ്റ്റ് പരിചയപ്പെട്ടത് തന്നെയല്ല. അപ്പൊ സ്നൈപ്പാരന് എന്തായാലും നമ്മളിപ്പോ പറഞ്ഞത് ഇവിടെ നിന്നായിരുന്നു ബാല. തട്ടിക്കൊണ്ടുപോയാ ആരും ചോദിക്കത്തില്ല അല്ലേ ബാല? നമ്മളൊഴിച്ച്. അതെ അത് ശരിയാ. കാവ്യ ചേച്ചിക്കൊക്കെ മീനൂട്ടിന്റെ അടുത്ത് സത്യം പറഞ്ഞ ഈ കേസ് കൊടുത്ത ആരാ? കാവ്യ ചേച്ചി തലേന്ന് ഒഴിക്കാ മീനൂട്ടി. അതെ സംഭവം ഇപ്പൊ ഇപ്പൊ ഇങ്ങനെയൊക്കെ കൊച്ചിനോട് പറയല്ലേ? കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? എന്തുവാ ഇങ്ങനെയൊക്കെയാണോ കൊച്ചിനോട് പറയുന്നത്? കൊച്ചിനോട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ പറയല്ലേ? തലേന്ന് ഒഴിക്കാനെന്ന് സത്യം അതാണെന്നും പറഞ്ഞ് കൊച്ചിനോട് ഇങ്ങനെയാണോ പറയുന്നത്? എനിക്ക് നിനക്കറിയാന്നല്ലേടാ, ഞാൻ സത്യം ഇങ്ങനെ അറിയാണ്ട് പറഞ്ഞോടാ. അറിയാതെയാണല്ലോ കൊച്ചറിഞ്ഞില്ലേ ഇതിപ്പം? മോശമില്ലടാ. കേട്ടില്ലായിരിക്കും. ബുള്ളറ്റിന്റെ സൗണ്ട് കാരണം കേട്ട് കാണത്തില്ല. കേട്ടോ തലേന്ന് ഒഴിക്കാൻ പറഞ്ഞതാ. അത് ഹെൽമെറ്റ് വരുന്ന കേസാണെന്ന് വിചാരിച്ചാണ്. മനസ്സിലായി കാണത്തില്ല. കാവ്യച്ചി അങ്ങനെ പറഞ്ഞു തോന്നുന്ന അല്ലേ സ്നേഹിപ്പേ? അല്ല ഇങ്ങനെ അതായത് ഞാൻ കാവ്യച്ചി പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞില്ല എന്ന് പറയത്തുള്ളൂ. എന്റെ സ്വഭാവം ഇങ്ങനെ. പറഞ്ഞില്ല നമ്മളങ്ങനെ
പറഞ്ഞാലും പറഞ്ഞില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ. അത് എന്റെ എങ്ങനെ വാല അറിയാല. അപ്പൊ പറഞ്ഞില്ലയോ? ശരിക്കും മീനൂട്ടിയോട് എനിക്ക് കള്ളം പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞു മീനൂട്ടി. പറഞ്ഞോ? ആ പറഞ്ഞു. എന്തൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോടാ അന്ന് നമ്മുടെ മുമ്പ് വെച്ച്. ഒഴിയാബാധയോ അങ്ങനൊക്കെ പറഞ്ഞില്ലേ? എന്റെ തലേന്ന് ഒരിയാബാധയെന്ന് അങ്ങനെ എന്തോ പറഞ്ഞത് കേട്ടത്. അതുകൊണ്ടാണ് ഇപ്പൊ ബാലന്റെ തലയിലോട്ട് മീനൂട്ടിനെ ആക്കാൻ നോക്കണം. പക്ഷെ വന്നാലും ബാലൻ എന്ത് പറഞ്ഞത് എന്റെ കൊച്ചായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. എന്തൊക്കെ ആരൊക്കെ മീനൂട്ടിനെ ചതിച്ചെന്ന് പറഞ്ഞത് നമ്മള് രണ്ടുപേരും കാണും മീനൂട്ടിയുടെ കൂടെ. നാളെ സിനിമയുണ്ട്. നാളെ സിനിമ DNA പോസിറ്റീവ് ആവുന്നു, മീനൂട്ടി ബാലന്റെ മോളാകുന്നു. നാളെ ഒരു കിടിലൊരു സിനിമ ഉണ്ടാവുമല്ലോ. അല്ല സിനിമ ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. മീനൂട്ടി ജസ്റ്റ് മോളായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി. ബാലന് ഇതൊന്നും അറിഞ്ഞൂടാ. സിനിമയല്ലേ, ബാലൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആക്ടിങ് കുറയും. അവസാനം കീരമാമനെ പോലെ ബാലമാമനും മീനുട്ടീനെ കാണുമ്പോ ഓടും. ഇല്ല, അച്ഛന്ന് വിളിക്കണം. അഭിനയമല്ലേ, സിനിമയല്ലേ, പൈസ കിട്ടൂലേ. എത്ര ഐസ്ക്രീം കിട്ടും, ചോക്ലേറ്റ്, അമേരിക്കൻ ബാർ, അങ്ങനെ പയ്യാൻ. ഓ 10 അല്ലേ, 20, 25, 30 കിട്ടും. പിന്നെ ഓ പൈസയും കിട്ടുമല്ലോ, ചോക്ലേറ്റ്സ് മേടിക്കാനുള്ള പൈസ. വരചന്ദ്ര സാർ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. കാവ്യ ചേച്ചി വേണ്ടി കേസ് കൊടുത്തില്ല. അത് മീനൂട്ടി അല്ലല്ലോ, ബാലനല്ലേ പെടണത്. അതറിയത്തില്ല, നമുക്ക് നോക്കാം. ആ ബാലന്റെ കൂടെ കയറിയാലേ ഒന്നും കൂടി തെണ്ടി അവസ്ഥയുള്ളൂ. അയ്യോ ഇതാവസ്ഥയുള്ളൂ, ഒന്നും കൂടി തെണ്ട. നമ്മ ഷെയർ കൊടുക്കൊന്നും വേണ്ട. നോക്കാം, നമുക്ക് നോക്കാം ഇന്ന് എന്ത് കേസ് ഉണ്ടാവും നമുക്ക് നോക്കാം. ആ മീനൂട്ടി, അയ്യോ പുള്ളിക്ക് ഭ്രാന്താ, മാറിയുന്നു അവിടുന്ന്. ആ ഭ്രാന്താ, ഓടി പീടിയിലോട്ട് വന്നോ. ഇവിടെ ബാലമാമനുണ്ട്, ബാലമാമനൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വാ പീടിയിലോട്ട്. മീനുട്ടി ടേബിളിന്റെ മോളിൽ കയറിക്കോ, മീനുട്ടി എല്ലാവർക്കും കാണണമെങ്കിൽ ടേബിളിന്റെ മോളിൽ കയറിയാണ്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പൊ ബാല, അപ്പം ഈ സംഭവം ബാലന് DNA വിശ്വാസം ഇല്ല. അപ്പൊ നമുക്ക് DNA വലിച്ചെടുക്കാം അല്ലേ? സാറേ 100% വലിച്ചേർക്കളയാവുന്നേ ഉള്ളൂ ബാല. റിസൾട്ട് DNA വന്നിരിക്കുന്നത് നെഗറ്റീവാണ്. എനിക്ക് DNA പണ്ട് വിശ്വാസം സാറല്ലേ, എനിക്ക് പണ്ട് മുതലേ DNA വിശ്വാസമുണ്ട്. കോപ്പി പോലും ഒറിജിനൽ പേപ്പറാ വലിച്ചിരിക്കളഞ്ഞിപ്പോ. സാറേ അത് സാറേ പക്ഷെ അത് ഒട്ടിച്ചെടുക്കാൻ പറ്റത്തില്ലേ, നെഗറ്റീവ് അല്ലേ? ഞാൻ ചോപ്പ് ചെയ്ത് ബാല പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വലിച്ചു. അല്ല സാറെന്തായാലും കണ്ടല്ലോ, നെഗറ്റീവ് ആണ് കണ്ടല്ലോ. ഇല്ല കണ്ടില്ല, ഇനി ബാലന് വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് നമ്മളങ്ങ് ഉപേക്ഷിച്ചു. അല്ല സാറല്ലേ പറഞ്ഞ നെഗറ്റീവ് ആണെന്ന്. ബാല വേണ്ട, നമുക്കത് വേണ്ട. ബാല കുട്ടിയെ ഉറക്കുന്നതിന് മുന്നേ ആയിട്ട് ഫീഡിംഗ് ബോട്ടിലാക്കി പാല് കൊടുക്കണം, അപ്പിക്കോരണം, കുളിപ്പിക്കണം, അതിനുള്ള വാക്സിനേഷൻ കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു തന്തയുടെ സ്ഥാനത്താണ് നീ മുതൽ. ഒന്ന് പഠിക്കേ സാറേ, അത് പാടും കുട്ടി എറിയും. ഒന്ന് പാട് കേട്ടോ, ഞങ്ങൾ കേട്ടോട്ടെ. അത് പാടിക്കഴിഞ്ഞത് വെറുതെ ടേബിള് ഫയല് എന്റെ മിനുട്ടിക്ക് വേണ്ടി മാത്രം പാടിക്കൊടുക്കാറുള്ള. പഠിക്കോ ബാല പഠിക്കോ. അത് പാടിക്കഴിഞ്ഞാൽ സാറിന്റെ ഫയൽ ഞാൻ ക്യാമറ ഓൺ ആക്കി കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ. അത് കുഴപ്പമില്ല, അത് സാറേ പാടിക്കോളൂ. ഓക്കെ ആണോ? സാറേ അതിൽ എന്തെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബീപ്പ് കയറ്റാം.
അപ്പിയൊന്നും വന്നില്ല, വലിയ പ്രയോജനം ഉണ്ടായില്ല. അപ്പിയൊന്നും വന്നില്ല, വലിയ പ്രയോജനം ഉണ്ടായില്ല. അപ്പി 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 സാറേ ഇത് മീനൂട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേക്കാട്ടോ. സാറേ ഒരു പ്രശ്നമുണ്ട്, സാറേ ഒരു പ്രശ്നമുണ്ട്, സാറേ ഒരു പ്രശ്നമുണ്ട്. കുട്ടി അപ്പിട്ട് സാറേ, കളർ മാറിയില്ലേ? സാറേ കുട്ടി അപ്പിട്ട്. അല്ല ബാല, ഈ ചെലവും കൂടെ ബാലന്റെ ബില്ലിൽ എഴുതിക്കോട്ടെ. ഞാനൊരു 100 ടേബിൾ ക്ലീനിങ്ങിന്റെയും സാറിനോട് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞതാ ഇത് പാടിയ കുട്ടി അപ്പിട്ടുണ്ട്, കുട്ടി അപ്പിട്ടുണ്ട്. അല്ല ബാല, ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടമായി. കുട്ടി അപ്പിയിട്ടില്ലെങ്കിൽ ഈ പാട്ടൊക്കെ പാടിയാൽ മതി. ബാലന്റെ DNA ടെസ്റ്റില് അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാലന്റെ DNA ടെസ്റ്റ് ഞങ്ങൾ അങ്ങ് എന്ത് ചെയ്തു, അതങ്ങ് ഡിസ്പോസ് ചെയ്തു. ഓക്കെ, താല്പര്യം ഇല്ലാത്ത സാധനങ്ങള് നമ്മളത് കൊണ്ടുനടക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങള് ഞങ്ങൾ നോക്കിയിട്ടില്ല. ഓക്കെ, അതങ്ങ് ഡിസ്പോസ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ അറിയില്ലെന്നല്ലേ? അല്ല അറിയില്ലെന്നല്ല, നെഗറ്റീവ് ആയിരുന്നു. ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ഞാൻ ബാലനെ സപ്പോർട്ട് ചെയ്യാണെന്ന്. ഓക്കെ, കാരണം ഞാൻ ബാലനുമായിട്ട് കുറച്ച് ദിവസമായിട്ട് അറിയാം. അപ്പൊ ബാലൻ വന്ന് എന്നെ എന്താണ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ബാലനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും പറയും. അല്ലേ സ്നേഹിപ്പേ? ഇല്ല സാർ, അങ്ങനെ ആരും പറയത്തില്ല. ഒറ്റ മനുഷ്യ പറയത്തില്ല സാറേ. നമുക്ക് ഇവിടെ തന്നെ അബു സാർ ഒരാള് പറഞ്ഞ പോയില്ലേ ബാല, അച്ഛന്റെ അച്ഛനെയും അമ്മയും കിട്ടുന്നത് വരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ബാലനെ ഏൽപ്പിച്ചു. ബാലൻ ഓക്കെയാണ്, ബാലൻ അച്ഛനെ പോലെ സ്നേഹം. പക്ഷെ അപ്പൊ ഈ ഇപ്പം കൊച്ചിന്റെ അച്ഛൻ കിട്ടുന്നവരെ ഞാൻ നോക്കാന്ന് വെച്ചാൽ കൊച്ചിന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ അച്ഛനാ ബാലച്ചൻ വിളിക്കും. മോള് ബാലച്ചന്ന് വിളിച്ചു നോക്കേ, ആ സൂട്ട് ആവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. അപ്പൊ അമ്മയാരാ ബാല? ബാലന്റെ കൊച്ചിനറിയാം സത്യം. സപ്പോസ് നമുക്ക് അങ്ങനെ വിളിക്കേണ്ടി വന്നാലേ മാലം പപ്പ, ബാലം പപ്പ, ബാലപ്പ. മീനൂട്ടി മറ്റേത് ബാക്കി അത് കൊള്ളൂല, ബാലപ്പ കൊള്ളൂല. മീനൂട്ടിക്ക് ഓക്കെ ആയിട്ടുള്ള ജസ്റ്റ് വിളിച്ചു വിളിക്കുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്. ബാലൻ എന്താ തോന്നുന്നത് ബാല? സാർ മാലും മാമനായിരുന്നു എനിക്ക് ഇഷ്ടം. അത് സുഖമില്ല, അത് മോളെ ഒരു അങ്കിള് പോലെ സുഖമില്ല. അല്ല, കുട്ടിക്ക് ഇപ്പൊ അച്ഛനെ വിളിക്കാൻ ഈ സിറ്റിയിൽ ബാലൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛാ തന്നെ വിളിച്ചോട്ടെ. ബാലൻ അച്ഛാന്ന് വിളിച്ചോട്ടെ, അപ്പൊ ആരും വിളിക്കുന്ന ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ഞാൻ വിളിയേക്കത്തില്ല സാറേ, എനിക്ക് വിളിയേക്കാൻ ബുദ്ധിമുട്ടാണ്. അതാ സാറേ ഞാൻ പറഞ്ഞത്. ഞാൻ ബാലച്ചൻ കേസുണ്ടോ സാറേ? IPC സെക്ഷൻ 329, 349, 111, 529. കറന്റ്ലി ഇപ്പൊ മീനുട്ടീന്റെ ഹോസ്പിറ്റൽ കേസുകളൊക്കെ അങ്ങനെയാണെങ്കിൽ ബാലൻ ഡീൽ ചെയ്യട്ടെ. അതെ ബില്ല് എല്ലാം A to Z. അപ്പൊ അങ്ങനെയാണെങ്കിൽ മീനുട്ടീന്റെ ലീഗൽ ഗാർഡിയൻഷിപ്പിന്റെ പേപ്പർ PD ബാലന്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ കൊടുത്തേക്കാം. നമ്മള് മീനുനെ വിളിക്കുന്നത് എന്താണ്, മീനുട്ടി എന്നല്ലേ? ബാലന് ഡാഡൂട്ടിന്ന് വിളിച്ചാലോ? അത് കൊള്ളാലോ. സാർ ചുമ്മാ എനിക്കുള്ള ഇരട്ട പേരിട്ടുണ്ട് സാർ. എന്റെ ഒരു അഭിപ്രായത്തിൽ മോക്ക് കംഫർട്ടബിൾ ആയിട്ട് വിളിക്കണം. മോൾ എന്തോ വിളിക്കുന്ന മോളെ എന്നെ മീനുട്ടി ഭയങ്കര ഡിസ്റ്റൻസാ. ഓക്കെ, ഈ ബാലനാണ് ഈ മോളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. കാവ്യ ചേച്ചിയാണ്, അത് കുഞ്ഞു പെണ്ണല്ലേ. ബാലൻ അങ്ങനെയല്ല, 10 വയസ്സുണ്ട്, നല്ല പ്രായമുണ്ട്. എനിക്ക് ഞാൻ കൊച്ചു പയ്യല്ലേ സാറേ, പ്രായമുണ്ട്. സാർ എന്തിനു പറയുന്നേ? നാളെ വേണമെങ്കിൽ സാറിന് അച്ഛൻ്റെ കൂടെ പഠിച്ചെന്ന് പറയല്ലോ സാറേ. ഞാൻ മാമനൊന്ന് വിളിക്കരുത്, ബാലച്ചൻ എന്ന് വിളിക്കാം. ട്രൈ ചെയ്താ ബാലച്ചൻ എന്ന് വിളിച്ചാ. ബാലച്ചൻ എന്ന് പറഞ്ഞ ബാലച്ചൻ ബാലച്ചൻ ബാച്ചൻ 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 വിളിച്ചാ. ബാച്ചൻ ബാച്ചൻ നഷ്ടപ്പെടൂല, ഒരിക്കലും നഷ്ടപ്പെടില്ല. മീനുട്ടി
ഡാഡോട്ടിന്ന് വിളിക്കുന്ന നല്ലല്ലേ? മീനുട്ടിയുടെ സ്വന്തം ഡാഡോട്ടി. എടേ, ഇവിടെ മറ്റേ അത് കൊള്ളാട്ടെ ഡാഡൂട്ടി. എങ്ങനെയുണ്ട്? അങ്ങനെ വിളിച്ച ബാലുമാമിന് വെച്ചമാവും. കൊള്ളായിരുന്നു കേട്ടോ. സന്തോഷാവും ചാടി കളിക്കും. അത് ബാലുമാമൻ പറയട്ടെ. ബാലമാമ പറഞ്ഞത് എന്താ വെച്ചാല്, അതെ ബാലമാമ പറഞ്ഞത് ഇത്രയും കാലം ബാലമാമ എന്നല്ല വിളിച്ചത്. അത് വേണ്ട, നമുക്ക് അത് വേണ്ട കേട്ടോ. കാരണം ബാലമാമ എന്ന് വിളിക്കുമ്പോ ബാക്കി എല്ലാരും മാമ വിളിക്കുന്ന പോലെ വിളിക്കുമ്പോ അവർക്കൊരു അകൽച്ച തോന്നും. അച്ഛാന്ന് വിളിക്കുമ്പോ ഒരു അടുപ്പം തോന്നും. മനസ്സിലായില്ലേ? മാമാന്ന് വിളിക്കുമ്പോൾ കൂടി എന്തോ ഒരു സ്നേഹമാണ് ബാലമാമൻ തരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് അയ്യോ എന്താ എന്താണ് മീനുട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ല ബാല അച്ഛന്ന് വിളിക്കാൻ മീനുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ബാലന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, മീനുട്ടിക്ക് നാവ് വഴങ്ങുന്ന അനുസരിച്ച് വിളിച്ചോട്ടെ എന്ന് അതെ. പറഞ്ഞു. അതെ അതെ മീനുട്ടി, അപ്പൊ മീനുട്ടി ഒന്ന് വിളിച്ചേ നോക്കട്ടെ ബാലച്ചാന്ന്. ബാപ്പാന്ന് വിളിച്ചോളി, ബച്ചാന്ന് വിളിച്ചോക്ക്. നമുക്ക് ബാലച്ചാന്ന് ഉറപ്പിക്കാം. ബാലച്ചൻ, അതാണ് ബാലച്ചൻ. ബാലച്ചൻ. മോള് വിളിച്ചേ, മോള് നോക്കട്ടെ. ചക്കര വിളിച്ചേ. മുത്തുമണി ഒന്ന് വിളിച്ചാ കേക്കട്ടെ. സന്തോഷം. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവേ. വിളിച്ചിട്ട് പെട്ടെന്ന് അച്ഛാന്ന് വിളിക്കുമ്പോൾ അച്ഛൻ ഞാൻ പറയാം. അച്ഛൻ വിദ്യാർത്ഥി കൊണ്ടുവരും. കൊച്ചൊഴിച്ച് ബാക്കി എല്ലാരും പറയുന്നത് കൊച്ചിന് പറ്റുന്നില്ലത്. അഞ്ച് ഐസ്ക്രീം മീനുട്ടി 5 ഐസ്ക്രീം മേടിച്ചു തരാൻ പറ. അതിന് 10 ഐസ്ക്രീം വാങ്ങിച്ചാ ഡെയിലി 10 ഐസ്ക്രീം വെച്ച് നമുക്ക് ന്യൂസൊക്കെ വരണം. ഇതൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കുന്നതല്ലേ നല്ലത്. നാളെ വേറെ ആരും വന്ന് അവകാശം പറയരുത് ബാല. അതാണ് നമ്മുടെ മെയിൻ എയിം. ബാലന് ഹാൻഡ് ഓവർ ചെയ്യണ ഫോട്ടോ നമ്മളെടുത്തില്ല. എന്തല്ല പോസിങ് മീനുട്ടി മീനുട്ടി വന്നോ? മീനുട്ടി വന്നേ. എങ്ങനെ ഫോട്ടോ എടുക്കും? എങ്ങോട്ട് പോണ സൈപ്പേ? നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോരാ. മീനുട്ടിക്ക് എവിടെ ഇഷ്ടം അങ്ങോട്ട് പോയാ പോരാ പല. മീനുട്ടി എവിടെ പോണം? മീനുട്ടി സൈപ്പ് മാമൻ അലറിയ കേക്കാത്ത സ്ഥലത്തോട്ട് പോണം. മീനുട്ടി പറ. മീനുട്ടി എന്തിനാ വന്നേ? ജുഗുറു പറ. സിനിമ അഭിനയിക്കാൻ. അച്ഛന്റെ മാലാക അതെന്നെ ഓർമ്മയുണ്ട്. അയ്യോ ചെറുതായിട്ട് മറന്നു. ഇതിന്റെ ഇടയിൽ കാവ്യ വന്നൊരു കേസ് എടുത്ത് സ്ക്രിപ്റ്റ് ശരിക്കും അച്ഛന്റെ മാലാഖയായി. ഇപ്പൊ അച്ഛന്റെ മാലാഖ തന്നെയാണല്ലോ. അല്ല ബാലന്റെ കുട്ടി. അച്ഛനുണ്ട്. ഇനി ബാലന്റെ കുട്ടിയാണല്ലോ അച്ഛന്റെ മാലാഖ. അത് മോള് ചുമ്മാ പറഞ്ഞതാ. നേരത്തെ സിനിമയുടെ പേര് അച്ഛന്റെ മാലാഖ, ഇപ്പൊ ബാലന്റെ മാലാഖ. കുട്ടിക്ക് ഭയങ്കര സംശയം ബാലമാമന് ഞാനൊരു അധിക പെറ്റായി പോവെന്ന് എന്റെ അടുത്ത് ഇങ്ങനെ വിഷമിച്ച് പറഞ്ഞോണ്ടിരിക്കുക. മീനുക്കുട്ടി ഇവിടെ ഒറ്റയ്ക്ക് കിടന്നപ്പോ മീനുക്കുട്ടിയുടെ ആര് പറഞ്ഞ അച്ഛന്റെ സ്നേഹം ബാലമാമൻ തരുമെന്ന് പറഞ്ഞില്ലേ?
അത്രയല്ലേ ഉള്ളൂ. എന്നാലും ബാലമാമ ബാലമാമനെ എല്ലാരും കളിയാക്കൂലേ? ബാലമാമനെ അങ്ങനെ കളിയാക്കാനാ? അങ്ങനെ ഒരു കളിയാക്കല് കേൾക്കുവാണെങ്കിൽ ഞാനങ്ങ് സഹിക്കും മീനുട്ടി. മോളുടെ കൂടെ തന്നെ ഞാൻ കാണും, മനസ്സിലായോ? പണ്ടത്തെ പോലല്ല. മീനൂട്ടി എന്ന് പറയുന്നത് ആരാ? ബാലന്റെ മോള്. പണ്ട് മീനൂട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പൊ ബാലച്ചന് ഇവിടെ കുറച്ച് ശത്രുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ബാലച്ചൻ എന്തേലും ഡൗൺ ആക്കണമെങ്കിൽ ബാലച്ചന് വിട്ടവരെയാണ് കൂടുതലും കിഡ്നാപ്പ് ചെയ്യുന്നത്, ഉപദ്രവിക്കുന്നത്. അപ്പൊ മോള് സൂക്ഷിക്കണം. കാരണം എന്തെന്ന് വെച്ചാല് അറിയാലോ, എന്നോടുള്ള ശത്രുത ചിലപ്പോ മോളോട് തീർക്കും. മീനൂട്ടിയുടെ ജീവനെ രക്ഷിക്കാൻ ഞാനില്ലേ? പക്ഷെ മോളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാരും കണ്ണടച്ച് വിശ്വസിക്കരുത്, മനസ്സിലായി? ഇതുപോലെ ഈ മാസ്ക് ഇട്ട് മുഖം മറച്ചു വെച്ചവന്മാരെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം. അത്രേ ഉള്ളു, മനസ്സിലായോ? മീനൂട്ടി കയ്യില് സേഫ് അല്ലേ മീനൂട്ടി? സ്വാമി ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവം അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ മനുഷ്യന്റെ രൂപത്തിൽ നമുക്ക് മുന്നിലെത്തും. അതാണ് ദൈവം. മീനുട്ടി